إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد. ഏറെ ആദരണീയരായ വിശ്വാസികൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഷഅബാൻ മാസത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അത് അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് എന്നും അതുപോലെ തന്നെ ആളുകൾ അശ്രദ്ധമാകുന്ന ഒരു മാസം എന്ന് പ്രയോഗിച്ചുകൊണ്ട് അത് അശ്രദ്ധമാകാനുള്ളതല്ല, റമദാനിലേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾക്ക്, ഇബാദത്തുകൾ കൊണ്ടുള്ള ഒരു മുന്നൊരുക്കത്തിന്, ഒരു പരിശീലന കളരി എന്ന രീതിയിൽ കാണേണ്ടുന്ന മാസമാണ് എന്നും എല്ലാ അമലുകളും നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി പതിവാക്കാൻ ശ്രദ്ധിക്കണമെന്നുമെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ ഈ അമലുകൾ ഉയർത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. അമലുകൾ ഉയർത്തപ്പെടുന്നത് അതിൻ്റെ 3 ഘട്ടങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്നാമത്തേത്, ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ അമൽ ഒരു ദിവസം തന്നെ 2 തവണകളിലായിട്ട് നിരീക്ഷിക്കപ്പെടും എന്നതാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. യതഅഖബൂന ഫീകുമുൽ മലായികതു ബില്ലൈലി വമലായികതും ബിന്നഹർ. രാത്രിയിലും പകലിലുമായിട്ട് മലക്കുകൾ നിങ്ങളിലേക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കും. വയജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വസ്വലാത്തിൽ ഫജ്ർ. ഫജ്ർ നമസ്കാരത്തിന്റെ സമയത്തും അതുപോലെ തന്നെ അസ്ർ നമസ്കാരത്തിന്റെ സമയത്തും ആ 2 കൂട്ടം മലക്കുകളും ഒരുമിക്കും. എന്ന് വെച്ചാൽ ഒരു കൂട്ടം മലക്കുകൾ ഇവിടുന്ന് പോവുകയും ഒരു കൂട്ടം മലക്കുകൾ ഇവിടെ അമലുകൾ നിരീക്ഷിക്കുന്നവരായി നിലകൊള്ളുകയും ചെയ്യും. സുമ്മ യഅറുജുൽ ലദീന ബാതു ഫീകും. പിന്നീട് രാത്രിയിൽ നിങ്ങളുടെ അമലുകളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന മലക്കുകൾ അവർ അള്ളാഹുവിലേക്ക് കയറിപ്പോകും. ഫയസ്അലുഹും വഹുവ അലമു ബിഹിം. എന്നിട്ട് ആ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്ന മലക്കുകളോട് അള്ളാഹു അവന്റെ അടിമകളുടെ രാത്രിയിലെ അമലുകളെ പറ്റി ചോദിക്കും. അവൻ അവരുടെ അമലുകളെ പറ്റി നന്നായി അറിയുന്നവൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത് ആ മലക്കുകളോട് അള്ളാഹു നമ്മളുടെ കർമ്മങ്ങളെ കുറിച്ച് ചോദിക്കുമെന്ന്. അപ്പോ അള്ളാഹു അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ എന്റെ അടിമകളെ എങ്ങനെയാണ് അവിടെ നിങ്ങൾ പോരുമ്പോ അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഫയഖൂലൂൻ തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അവരിലേക്ക് അസറിന്റെ സമയത്തെത്തുമ്പോൾ
അവരെ അസർ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പ്രഭാത നമസ്കാരത്തിന് ശേഷം അവരെ വിട്ടു പോരുമ്പോ അപ്പോഴും ആ സമയത്തും അവർ നമസ്കരിക്കുന്നവരായിരുന്നു എന്ന് വിശ്വാസികളെ സംബന്ധിച്ച് മലക്കുകൾ അള്ളാഹുവിനോട് പറയും എന്ന് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരാണ്. അപ്പൊ നമ്മളുടെ അമലുകൾ ഓരോ ദിവസവും നിരീക്ഷിക്കപ്പെടുകയും അതിനെപ്പറ്റിയുള്ള വിവരം അള്ളാഹുവിനോട് പോയിക്കൊണ്ട് മലക്കുകൾ പറയുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ തന്നെ ആഴ്ചയിൽ 2 ദിവസം അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് സ്വഹീഹായ ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ ഒരാഴ്ചയിലും 2 ദിവസങ്ങളിൽ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടും എന്ന് നമുക്ക് സ്വഹീഹായ ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോ ദിവസത്തിലുണ്ട്, ആഴ്ചയിലുണ്ട്, ഇനി വർഷത്തിൽ ഒരു തവണ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നതാണ് ഷഹ്റു ശഅബാൻ വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹി അൽഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത അത് ഒരു വർഷത്തെ ഒരു വിശ്വാസിയുടെ അമലുകൾ മുഴുവനായി അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് എന്നതാണ് ശഅബാൻ മാസത്തിന്റെ സവിശേഷത. ഇവിടെ ഈ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളുടെ അമലുകൾ മുഴുവൻ അവിടെ സ്വീകരിക്കപ്പെട്ടു എന്നതല്ല, അല്ലെങ്കിൽ നല്ല അമലുകൾ മാത്രമാണ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്നല്ല. ഇവിടെ പറയുമ്പോ അമാല് എന്നാണ് പറഞ്ഞത്, അല്ലാതെ അമാലു സ്വാലിഹ എന്നല്ല. സൽപ്രവർത്തനങ്ങൾ മാത്രം ഉയർത്തപ്പെടുന്നതിനെ പറ്റിയല്ല, അതിനെ സ്വീകരിക്കപ്പെടുന്നതിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ഒരു വിശ്വാസി ചെയ്യുന്ന, ഒരാൾ ചെയ്യുന്ന എല്ലാ അമലുകളും അത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അതിൽ നല്ല അമലുകൾ ഉണ്ടാവും, ചീത്ത അമലുകളൊക്കെ ഉണ്ടാവും. അതിൽ ഏതാണ് സ്വീകരിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ തീരുമാനമുണ്ടാകും. അതിൽ തെറ്റായത്, അവന്റെ നീയത്ത് ശരിയല്ലാത്തത്, നല്ലതല്ലാത്ത കർമ്മങ്ങൾ അത് അള്ളാഹുവിന്റെ അടുക്കൽ തിരസ്കരിക്കപ്പെടുകയും ചെയ്യും. അപ്പോ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമലുകൾ ഉയർത്തപ്പെടുന്ന സമയമായതുകൊണ്ട് ആ സമയത്ത് എന്റെ അമലുകൾ നല്ല അമലുകളാണ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടേണ്ടത്. ഞാൻ നല്ല അമലുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ അമലുകൾ ഉയർത്തപ്പെടേണ്ടത് എന്നതുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറെ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുവാൻ, സുന്നത്ത് നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിച്ചത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇലൈഹി യസ്അദു അൽ കലിമു ത്വയ്യിബ്, നല്ല വാക്കുകൾ അള്ളാഹുവിലേക്കാണ് ഉയർന്നു പോകുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് സ്വീകരിക്കുന്നതിനെ പറ്റി പറയുന്നതാണ്. വൽ അമലു സ്വാലിഹു യർഫഉഹു, അതുപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങളും അതും അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് ഉയരുന്നത് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ അർത്ഥം നല്ല അമലുകൾ മാത്രമാണ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്നല്ല. അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് ആ അമലുകൾ, അത് നല്ല അമലുകൾ സ്വീകരിക്കപ്പെടുന്നതിനെ പറ്റിയാണ് ഈ ആയത്തിൽ പറയുന്നത് എന്ന് നമുക്ക് മുഫസ്സിരീങ്ങൾ അതിനെപ്പറ്റി വിശദീകരിച്ചു പറഞ്ഞു തരുന്നത് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ശഅബാൻ മാസത്തെ പറ്റി പറയുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, വിട്ടുവീഴ്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന മാസമാണ് ശഅബാൻ മാസം. വിശാല മനസ്കതയെ പ്രോത്സാഹിപ്പിക്കുന്ന മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. കാരണം ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ ഉയർത്തപ്പെടും എന്നതിനെ പറയുന്നിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ശേഷം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇല്ലാ റജുലൻ കാനത് ബൈനഹു വ ബൈന അഖീഹി ഷഹന, തന്റെ സഹോദരനും തനിക്കും തന്റെ സഹോദരനും ഇടയിൽ ഷഹന ഉണ്ടെങ്കിൽ അവന്റെ അമലുകൾ അള്ളാഹു ഉയർത്തൂല, അവന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടൂല. ഷഹന എന്ന് പറഞ്ഞാല് അൽ ഹഖദ് വൽ അദാവ വൽ ബഗ്ദാ, വിദ്വേഷം, വെറുപ്പ്, ശത്രുത, പക, ഇതിനൊക്കെയാണ് ഷഹന എന്ന് പറയാം. ഇത് തന്റെ സഹോദരനോട് വെറുപ്പും പകയും ശത്രുതയും ഒക്കെ ഉള്ള ആളുകളുടെ അമലുകൾ ഈ സമയങ്ങളിലൊന്നും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടൂല എന്നാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു 3 തവണ പറയുന്നുണ്ട്, അൻളിറു ഹാദൈനി ഹത്താ യസ്തലിഹ, 2 ആളുകൾ തമ്മിൽ പകയും വെറുപ്പും വിദ്വേഷവും ഒക്കെയുള്ള 2 പേരുണ്ടല്ലോ, അവരുടെ അമലുകളെ അവിടെ തന്നെ ബാക്കി വെക്കുക. അവർ തമ്മിൽ രഞ്ജിപ്പിലെത്തുന്നത് വരെ, അവർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വരെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു തരാണ്. എത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ്. ആളുകൾക്കിടയിൽ വെറുപ്പും പകയും ഒരകൽച്ചയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ അങ്ങോട്ടും മുഖം തിരിക്കുന്നു, ഇങ്ങോട്ടും മുഖം തിരിക്കുന്നു, അങ്ങനെ കഴിഞ്ഞു പോകുന്ന ആളുകൾ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടൂല. റമദാനിന് തൊട്ട് മുൻപുള്ള മാസത്തിലാണ് എന്നൊരു ഗൗരവം ഉണ്ടാവണം എന്ന് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. വീണ്ടും മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്,
കുടുംബബന്ധം മുറിക്കുന്നവരുടെ അമലുകളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടൂല എന്ന് ഗൗരവത്തോടു കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ഈ വിട്ടുവീഴ്ചയുടെ കാര്യം പറയുമ്പോൾ ചില ആൾക്കാർ പറയും, ഇല്ല ഞാൻ അവനോട് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാൻ കാരണം എന്നോട് അത്രയും എനിക്ക് ന്യായം ഉള്ളതുകൊണ്ടാണ്, എന്റെ അടുക്കൽ ന്യായം ഉള്ളതുകൊണ്ടാണ് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കണേ, അത്രയും അവൻ എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ ചില ആളുകൾ പറയും. അങ്ങനത്തെ കാര്യത്തിനൊന്നും ഞാൻ പുറത്തു കൊടുക്കൂല എന്നൊക്കെ ആളുകൾ പറയും. അവിടെയാണ് ഖുർആനിലെ സൂറത്തു നൂറിലെ 22-ാമത്തെ ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ആയത്ത് ഇറങ്ങാൻ ഒരു സന്ദർഭമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ, ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വ്യഭിചാരോപണം, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വ്യഭിചാരോപണം ഉണ്ടായ ഒരു സന്ദർഭമുണ്ട്. അത് കള്ള ആരോപണമാണ് എന്ന് സൂറത്തു നൂറിലൂടെ അള്ളാഹു പ്രഖ്യാപിക്കുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന പിതാവ്, ഒരു പിതാവിന്റെ എല്ലാ വൈകാരികത കൊണ്ടും അദ്ദേഹം പറയുന്ന ചില പ്രഖ്യാപനങ്ങളുണ്ട്. ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായ സ്വഹാബി, ഒരു വേള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചിലവിൽ ജീവിക്കുന്ന ആളാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന ധനികനായ സ്വഹാബിയുടെ സമ്പത്തിൽ നിന്ന് നൽകപ്പെടുന്നത് കൊണ്ട് ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ ചിലവിൽ കഴിയുന്ന തന്റെ കുടുംബക്കാരൻ, ആ കുടുംബക്കാരൻ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയുള്ള വ്യഭിചാരോപണം ഉണ്ടായപ്പോ അതിന്റെ പ്രചാരകരിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഈ വ്യഭിചാരോപണം കളവാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി ഇനി മിസ്തഹിന് ഞാൻ ചിലവിന് കൊടുക്കൂല എന്ന് അള്ളാഹുവിനെ സാക്ഷിയാക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഉപ്പയുടെ വൈകാരികതയിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം മകളെ കുറിച്ച് ഇല്ലാത്ത ഒരു ആരോപണം, അതും സ്വന്തം ചിലവിൽ കഴിയുന്ന ഒരാൾ ഒരു കള്ള ആരോപണം, അത് പറഞ്ഞാൽ ഏതൊരു ഉപ്പയും ആ ഒരു വൈകാരിക തലത്തിൽ പ്രതികരിച്ചു പോകാവുന്ന രീതിയിൽ തന്നെയാണ്, തികച്ചും ന്യായമെന്ന് നമുക്കൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തുന്നത്. അവിടെയാണ് ഖുർആൻ ആയത്ത് അതിനെ വിലക്കുന്നത്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, നിങ്ങളിൽ നിന്ന് കഴിവും അതുപോലെ തന്നെ ശ്രേഷ്ഠതയുമുള്ള ആളുകൾ സത്യം ചെയ്തുകൊണ്ട് മുടക്കരുത്. അത് പറയുന്നത് ഇവിടെ ശ്രേഷ്ഠനായ ആളെന്നും സാമ്പത്തികമായി കഴിവുള്ള ആൾ എന്ന് പറയുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. പിന്നീട് തുടരുന്നത് അയ്യൂതു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്യുകയും അതുപോലെ തന്നെ ദരിദ്രരായവരും അടുത്ത കുടുംബക്കാരും ദരിദ്രരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തവരുമായ ആളുകൾക്ക് സത്യം ചെയ്തുകൊണ്ട് മുടക്കരുത്. ഈ മൂന്ന് വിശേഷണങ്ങളും പറഞ്ഞത് മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ്. എന്നിട്ട് അള്ളാഹു ആവശ്യപ്പെടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മാത്രമല്ല ലോകത്തുള്ള എല്ലാ വിശ്വാസികളോടും അള്ളാഹു ആവശ്യപ്പെടാണ്, വൽയഅഫു വൽയസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, നിങ്ങൾ മാപ്പ് കൊടുക്കുക, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുക. എന്ത്? സ്വന്തം മകളെ പറ്റി ഇല്ലാത്ത ആരോപണം, വ്യഭിചാരോപണം പറഞ്ഞു നടന്നയാൾക്ക് അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്യണം. അദ്ദേഹം സ്വഹാബിയാണ് കേട്ടോ, റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയേണ്ട സ്വഹാബിയാണ്, മോശക്കാരായിട്ട് കാണേണ്ടുന്ന ആളുകളല്ല, സ്വഹാബികളാണ്. അവർക്കിടയിൽ സംഭവിച്ച ചെറിയ അബദ്ധങ്ങളാണ്. അപ്പോ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാൻ അള്ളാഹു പറയാണ്, നമ്മളോടും പറയാണ്. നമ്മളോട് തെറ്റുകൾ ചെയ്ത നമ്മളുടെ കുടുംബക്കാർ, നമ്മളുടെ അയൽവാസികൾ, നമ്മളുടെ സുഹൃത്തുക്കൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ അള്ളാഹു പറയാണ്. ഇത് പറയുമ്പോൾ അള്ളാഹു തിരിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനു താഴെയാണ് നമ്മൾ അടിവരയിടേണ്ടത്. അവിടേക്കാണ് നമ്മളുടെ ആലോചനകൾ മുഴുവൻ മടങ്ങേണ്ടത്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ പുറത്തു കൊടുക്കൂല, മരിച്ചാലും ഞാൻ പുറത്തു കൊടുക്കൂല എന്നൊക്കെ വീമ്പ് പറയുന്ന ആൾക്കാരില്ലേ? നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അള്ളാഹു ഗഫൂറാണെന്ന് നമ്മളൊക്കെ പറയും. തെറ്റുകൾ അള്ളാഹുവിനോട് തെറ്റുകൾ ചെയ്യാത്തവരായി, തെറ്റുകൾ വന്നു പോകാത്തവരായി, വീഴ്ചകൾ സംഭവിക്കാത്തവരായി നമ്മളിൽ ആരാണുള്ളത്? അള്ളാഹു ഗഫൂറാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? ഇരപകലുകളിൽ നാം അള്ളാഹുവിനോട് വിങ്ങിയും തേങ്ങിയും നമ്മുടെ തിന്മകളെ കുറിച്ച് ഏറ്റുപറയാറില്ലേ? പുറത്തു തരണേ എന്ന് പറയാറില്ലേ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വൽയഅഫു വൽയസ്ഫഹു, ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സന്നദ്ധമാവുക, ആളുകൾക്ക് മാപ്പ് കൊടുക്കുവാൻ സന്നദ്ധമാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാനും മാപ്പ് കൊടുക്കാനും ഒക്കെ സന്നദ്ധമാകണം.
എന്നതാണ് ഈ ആയത്ത് നമ്മളോട് പറയുന്നത്. അതുതന്നെയാണ് ഷഅബാൻ മാസവും നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധങ്ങളും എല്ലാ ബന്ധങ്ങളെ പറ്റി അള്ളാഹു പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, അള്ളാഹുവുമായുള്ള ബന്ധം. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. വബിദിൽ ഖുർബ, അടുത്ത കുടുംബക്കാർക്ക് നന്മ ചെയ്യുക. വൽ യതാമ വൽ മസാകിൻ, പാവപ്പെട്ടവർക്ക്, യതീമുകൾക്ക്, മിസ്കീന്മാർക്ക് അവർക്ക് നിങ്ങൾ നന്മ ചെയ്യുക. വൽ ജാരിദിൽ ഖുർബ, അടുത്ത കുടുംബക്കാരന്, കുടുംബ ബന്ധമുള്ള അയൽവാസിക്ക്, അടുത്ത അയൽവാസിക്ക്, കുടുംബ ബന്ധമുള്ള അയൽവാസിക്ക് നന്മ ചെയ്യുക. വൽ ജാരിൽ ജുനുബ്, കുടുംബ ബന്ധമില്ലാത്ത അയൽവാസിക്കും നന്മ ചെയ്യുക. വസ്വാഹിബി ബിൽ ജംബി, നിങ്ങളുടെ കൂട്ടുകാർക്ക് നന്മ ചെയ്യുക. എന്നിങ്ങനെ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളുടെ സൗഹൃദങ്ങളിൽ ഉലച്ചിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണിട്ടുണ്ട് എങ്കിൽ, നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ അറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തുവാനുള്ള ഒരു മാസമായിക്കൊണ്ട് റമദാനിന് മുന്നിലുള്ള മുന്നൊരുക്കം എന്നത് വീട് വൃത്തിയാക്കലും, നമ്മളുടെ പള്ളിയും വീടും മുസല്ലയും അതൊക്കെ വൃത്തിയാക്കിക്കോളൂ. പക്ഷേ അത് വൃത്തിയാക്കുന്നതോട് കൂടി അവസാനിക്കുന്നില്ല. ഹൃദയം വൃത്തിയാക്കണം. വെറുപ്പും പകയും കുശുമ്പും അകൽച്ചയും തെറ്റിപ്പിരിയലും അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട്, നമ്മളെല്ലാ പകയും അവസാനിപ്പിച്ചുകൊണ്ടായിരിക്കണം റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന സന്ദേശം കൂടി ഈ ഷഅബാൻ മാസം നമുക്ക് പകർന്നു തരുന്നുണ്ട്. കൂടുതൽ ജാഗ്രതയുള്ളവരാവുക, കൂടുതൽ കർമ്മ നിരതരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഈ ഷഅബാൻ 15 രാവും പകലും, അതിൻ്റെ രാവിൽ ഒരുപാട് ബറാഅത്ത് രാവ്, അതുപോലെ ബറാഅത്ത് നോമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദിവസത്തിൽ പ്രത്യേകമായ കർമ്മങ്ങളും പിന്നെ ആചാരങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു രീതി നമ്മളുടെ നാട്ടിലുണ്ട്. പലപ്പോഴും ഈ ആളുകളുടെ സ്റ്റേറ്റസിലൊക്കെ നമ്മൾ കാണാൻ കഴിയും, ഇന്ന കാര്യങ്ങൾ ഈ രാത്രിയിൽ ചെയ്യണം, ഷഅബാൻ 15 രാത്രിയിൽ, അതിന്റെ പകലിൽ നോമ്പ് അനുഷ്ഠിക്കണം എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ നമ്മളിലേക്ക് വരും. പലപ്പോഴും അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പലരും അതിനെ ആ ദിവസത്തെ ചില പ്രത്യേക മഹത്തായ കർമ്മങ്ങൾക്ക് ഉള്ള ദിവസമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അന്ന് ചില പ്രവർത്തനങ്ങളിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ പ്രത്യേകമായ കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഷഅബാൻ 15 രാവിലോ പകലിലോ അള്ളാഹുവും റസൂലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് പ്രമാണങ്ങൾ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യം. അവർ പറയുന്ന ഒരു കാര്യം, ഈ ബറാഅത്ത് രാവ്, ഈ ഷഅബാൻ 15 രാവിന് പുണ്യമുണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത് പിന്നെ ഖുർആനിലെ ഒരു ആയത്താണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരു അനുഗ്രഹീതമായ രാവിലാണ്. ഇന്നാ കുന്നാ മുന്തിരീൻ, തീർച്ചയായിട്ടും നാം ജനങ്ങളെ താക്കീത് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, എല്ലാ യുക്തിപരമായ കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്നത് ഈ രാത്രിയിലാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും, മനുഷ്യരുടെ റിസ്ഖും മറ്റു കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കപ്പെടുന്ന രാവ് എന്ന് പറയുന്നത് അത് ഷഅബാൻ 15 രാവാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് പലരും ഓതുകയും അത് ബറാഅത്ത് രാവിന് തെളിവാണ് എന്ന രീതിയിൽ പറയുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ഇതിനെപ്പറ്റി വളരെ കൃത്യമായി മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറക. ഇബ്നു കസീർ റഹിമഹുല്ലാ പറയാണ്, ഈ ലൈലത്തുൽ മുബാറക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹിയ ലൈലത്തുൽ ഖദ്രി, അത് ലൈലത്തുൽ ഖദ്റിന്റെ രാവാണ്. ഖുർആൻ ഇറങ്ങിയ മാസം ഏതാണ് എന്നും ഖുർആൻ ഇറങ്ങിയ രാവ് ഏതാണ് എന്നും 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും അറിയുന്നതാണ്. വഹിയ ലൈലത്തുൽ ഖദ്രി, അത് ലൈലത്തുൽ ഖദ്റിന്റെ രാവാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞതാണ്. ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് റമദാൻ മാസത്തിലാണ്. റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ് എന്ന് വളരെ കൃത്യമായും ഖുർആൻ പറഞ്ഞതാണ്. ആ ലൈലത്തുൽ ഖദ്ർ ഉള്ളത് റമദാനിലാണ്, അല്ലാതെ ഷഅബാനിലല്ല. അപ്പൊ ഇതിന് യാതൊരു തെളിവുമില്ല. എന്തൊക്കെ ന്യായം കൊണ്ടുവന്നാലും
അത് ഇന്നാ അൻസലനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അനുഗ്രഹീതമായ ഒരു രാവിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശഅബാൻ 15 എന്ന് പറഞ്ഞിട്ടാണ് ഈ ആചാരങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. എന്നാൽ ആ ഖുർആൻ ഇറങ്ങിയ രാവ് എന്ന് പറയുന്നത് അത് റമദാനിലെ ലൈലത്തുൽ ഖദറിന്റെ രാവാണ് എന്നത് നമുക്കൊക്കെ വ്യക്തമാണ്. അപ്പോ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നാലും ഈ ഒരു ദിവസത്തെ കർമ്മങ്ങൾക്ക്, പ്രത്യേകമായ കർമ്മങ്ങൾക്ക് ഒരു തെളിവും നമുക്ക് കാണാൻ കഴിയൂല. 100 റക്അത്ത് നമസ്കാരം അന്ന് രാത്രി ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. 100 റക്അത്ത് നമസ്കാരം, 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ആളുകൾ. എന്തൊരു കഷ്ടമാണല്ലേ! എത്ര പ്രയാസപ്പെട്ട് രാത്രിയെ പകലാക്കി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ. ധൂളികളായി അള്ളാഹുവിന്റെ മുന്നിൽ അത് ഒന്നുമല്ലാതെയാക്കപ്പെടുന്ന, നിഷ്ഫലമാക്കപ്പെടുന്ന അമലുകൾ മനുഷ്യന്മാർ ചെയ്തു കൂട്ടാണ്. 100 റക്അത്ത് നമസ്കാരം, 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ്, 3 തവണ സൂറത്ത് യാസീൻ, 3 തവണ സൂറത്ത് യാസീൻ, 1 തവണ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് ദീർഘായുസ്സിന് വേണ്ടി, രണ്ടാമത്തേത് കുടുംബത്തിനും സമ്പത്തിലൊക്കെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, മൂന്നാമത്തത് മരണസമയം നന്നാവാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്തു കൂട്ടാണ്. ഇതൊക്കെയാണ് ഈ ശഅബാൻ 15 രാവിൽ നടക്കാൻ പോകുന്നത്. ആളുകൾക്കിടയിൽ നമ്മളോടൊക്കെ ആളുകൾ ചോദിക്കും, ഇന്ന് ഈ രാത്രി ഉറക്കൊഴിച്ചിരിക്കണില്ലേ, കർമ്മങ്ങൾ ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെ അതിന്റെ പകലിൽ ആളുകൾ നോമ്പനുഷ്ഠിക്കും. നമുക്കറിയാം അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിൽ ഒന്നാണ് ശഅബാൻ 15 ദിവസം. ആ അയ്യാമുൽ ബീദിന്റെ നോമ്പ് അന്ന് സുന്നത്തുള്ള നോമ്പാണ്. അല്ലാതെ ഒരു ബറാഅത്തിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നോമ്പ് നോൽക്കുക എന്നുള്ള രീതിയില്ല. ചില ആൾക്കാർ പറയും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അയ്യാമുൽ ബീദിന്റെ നോൽക്കും. പിന്നെ അതിന്റെ ഒപ്പം ശഅബാൻ 15 ബറാഅത്തിന്റെ നോമ്പറ്റ് ഉണ്ടെങ്കിലോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ സംശയാലുക്കളായി മാറരുത്. ദീനിന്റെ വിഷയത്തിൽ ഉറച്ച നിലപാടുണ്ടാവണം. ഉണ്ടെങ്കിലോ എന്ന് പറയാൻ നമുക്കെന്ത് ന്യായമാണുള്ളത്? ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത ഒരു കാര്യം പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക എന്നത് വളരെ കൃത്യമായി ആലോചിക്കുവാനുള്ള ബുദ്ധി ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരുത്തണം, പറഞ്ഞു കൊടുക്കണം, ഇത് തെറ്റാണ് എന്ന് പറയുവാനുള്ള ആർജവം കാണിക്കണം. അള്ളാഹുവും റസൂലും പറഞ്ഞ പഠിപ്പിച്ച കർമ്മങ്ങൾ ചെയ്യുക, അമലു സ്വാലിഹാത്ത് വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക, ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മളിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടും ആഫിയത്തോടും കൂടി റമദാനിനെ സ്വീകരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗത്തിന് ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا ظلمنا انفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.